തെരഞ്ഞെടുപ്പ് എക്കാലത്തും സാധാരണക്കാരന് ആവേശവും കൗതുകവുമാണ്. വോട്ടിടാത്തവരും വോട്ടില്ലാത്തവരുമൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കയും പ്രതീക്ഷയുമാണ് തെരഞ്ഞെടുപ്പ്. ഫലം വന്ന ശേഷം എല്ലാവരും വിലയിരുത്തലിലേക്ക് പോകും. എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യം എപ്പോഴും കേൾക്കാം. അത്തരമൊരു ചോദ്യമാണ് മറാഠ മണ്ണിൽ നിന്ന് ഉയരുന്നത്. BMC തെരഞ്ഞെടുപ്പ് അഥവാ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ താക്കറെ കുടുംബത്തിന്റെ ശക്തി ക്ഷയിച്ചത് വ്യക്തമായി. മറാഠ ഭൂമിയിലെ അധികായൻ ബാൽ താക്കറെ രൂപപ്പെടുത്തിയ മറാഠി മാന്യൂസ് അഥവാ മറാഠികളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് 2025 പ്രസക്തി കുറഞ്ഞുവെന്ന് കാട്ടുന്നതായി BMC തെരഞ്ഞെടുപ്പ് ഫലം. ഏഷ്യയിലെ ഏറ്റവും വലിയ തദ്ദേശ സ്ഥാപനമാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന BMC. പല സംസ്ഥാനങ്ങളിലേതിനേക്കാൾ വലിയ ബജറ്റാണ് BMCയുടേത്. 74,000 കോടി രൂപയിൽ ഏറെ. അതിന്റെ ഭരണസാരഥ്യം എന്നത് മുംബൈ രാഷ്ട്രീയത്തിലുള്ള ഏത് പാർട്ടിയുടെയും സ്വപ്നമാണ്. താക്കറെ കുടുംബത്തിന്റെ കുത്തകയായിരുന്ന BMCയിൽ ഉദ്ധവ് താക്കറെക്കോ രാജ് താക്കറെക്കോ ഇനി അവകാശമില്ല. 28 വർഷത്തെ താക്കറെ യുഗത്തിന് അന്ത്യം കുറിച്ച് BJP ഏകനാഥ് ഷിൻഡെ സഖ്യം BMC തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. BJP നയിക്കുന്ന മഹായുതി സഖ്യം പകുതിയിലധികം വാർഡുകളിൽ വിജയിച്ച് ഭൂരിപക്ഷം ഉറപ്പിച്ചു. ഭൂരിപക്ഷം നേടാൻ 114 സീറ്റുകൾ വേണമെന്നിരിക്കെ സഖ്യം 118 സീറ്റുകൾ നേടി. ഇത്തവണ വളർന്നത് BJP മാത്രമാണ്. 227 വാർഡുകളുള്ള BMCയിൽ BJP ഒറ്റയ്ക്ക് 89 സീറ്റുകൾ നേടി. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്ന 2017 82 സീറ്റുകൾ നേടിയെടുത്ത് 7 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചു BJP. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 28 സീറ്റുകളാണ് നേടിയത്. കഴിഞ്ഞ തവണ അവിഭജിത ശിവസേനയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനാൽ ഏകനാഥ് ഷിൻഡെയ്ക്ക് കിട്ടിയതൊക്കെയും നേട്ടമായി എന്ന് പറയാം. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുംബൈയിൽ BJP ഷിൻഡെ സഖ്യത്തിൽ നിന്നുള്ള മേയർ അധികാരമേൽക്കും. മുംബൈയിലെ വിജയം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനും വികസനത്തിനുമുള്ള ജനവിധിയാണ് എന്ന് ഏകനാഥ് ഷിൻഡെ പറയുന്നു. കഴിഞ്ഞ 3.5 വർഷത്തെ മഹായുതി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇതെന്നും ഷിൻഡെ അവകാശപ്പെടുന്നുണ്ട്. BJP ഇതിനെ ഹിന്ദുത്വത്തിനുള്ള അംഗീകാരമായാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 65 സീറ്റുകളിൽ ഒതുങ്ങി. 2017 അവിഭജിത ശിവസേന നേടിയത് 84 സീറ്റുകളായിരുന്നു. ഏകനാഥ് ഷിൻഡെ അന്ന് ഉദ്ധവിനൊപ്പമുണ്ടായിരുന്നു. 4 വർഷം വൈകിയാണ് BMCയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കോവിഡും ചില നിയമപ്രശ്നങ്ങളും കാരണം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നീട്ടിവെക്കേണ്ടി വന്നു. ആ സമയം കൊണ്ട് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ഭൂമികയിൽ വന്ന മാറ്റം താക്കറെ കുടുംബം അറിഞ്ഞില്ല. BJPക്കൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട ശിവസേന ഉദ്ധവ് താക്കറെയുടെ മുഖ്യമന്ത്രി സ്ഥാന ആവശ്യത്തെ ചൊല്ലി വിട പറഞ്ഞപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. വർഗശത്രുവായി കണക്കാക്കിയിരുന്ന കോൺഗ്രസുമായി ചേർന്ന് മുഖ്യമന്ത്രിയായ ഉദ്ധവ് താക്കറെ അണികളുടെ നിരാശ അവഗണിച്ചു. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം ഏകനാഥ് ഷിൻഡെയ്ക്കൊപ്പം BJP പാളയത്തിലേക്ക് പോയി. ഉദ്ധവ് വീണു, ഷിൻഡെ വാണു. BJP സഹായത്തോടെ ഷിൻഡെ മുഖ്യമന്ത്രിയായി. ഉദ്ധവിന്റെ പതനം പതിയെങ്കിലും സ്ഥിരമായിരുന്നു. ഇത്തവണ BMC തെരഞ്ഞെടുപ്പിൽ ഒപ്പം ചേർന്ന് മത്സരിക്കാൻ കോൺഗ്രസ് ഇല്ലായിരുന്നു. അവർ ഒറ്റയ്ക്ക് മത്സരിച്ച് 24 സീറ്റുകൾ നേടി. ഒപ്പമുണ്ടായിരുന്ന ശരത് പവാറിന്റെ NCP ആകട്ടെ പുതിയ പാർട്ടിയായി മാറി മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗമായ അജിത് പവാർ വിഭാഗവുമായി ചേർന്നാണ് മത്സരിച്ചത്. ശരത് പവാർ വിഭാഗത്തിന് 1 സീറ്റ് മാത്രം, അജിത് പവാറിന് ചില സീറ്റുകൾ. മൊത്തത്തിൽ ഒരു കാലത്ത് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന സഖ്യമായ മഹാവികാസ് അഘാഡി ഇന്ന് ക്ഷയിച്ച അവസ്ഥയിലാണ്. BJP എതിർക്കാൻ രൂപപ്പെട്ട സഖ്യം BJP സഖ്യമായ മഹായുതിക്ക് മുന്നിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഉദ്ധവ് താക്കറെയുടെ അധികാരമോഹമാണ് ഇതിന് കാരണമെന്ന് പറയാം. മറാഠ ഭൂമിയിലെ ശക്തമായ കുടുംബമായിട്ടും ഉദ്ധവിന് മുൻപ് താക്കറെ കുടുംബത്തിൽ നിന്ന് ആരും അതുവരെ രാഷ്ട്രീയത്തിൽ നേരിട്ടിറങ്ങിയിരുന്നില്ല. ബാൽ താക്കറെ 1960കളിൽ പടുത്തുയർത്തിയ ശിവസേന മറാഠ മണ്ണ് മറാഠികൾക്ക് എന്ന വാദമുയർത്തിയായിരുന്നു. മറാഠികളുടെ തൊഴിലുകൾ ദക്ഷിണേന്ത്യക്കാർ തട്ടിയെടുക്കുന്നു എന്നായിരുന്നു ആരോപണം. അതിന്റെ ഭാഗമായി മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യക്കാരെ അടിച്ചോടിച്ച സംഭവങ്ങളും ഉണ്ടായി. ലുങ്കി ഉടുത്തവരെ കണ്ടാൽ അടിച്ചോടിക്കുന്ന ദിനങ്ങൾ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ. കൂലിവേല ചെയ്ത് ജീവിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവനും കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് ഓടേണ്ടി വന്നു. തമിഴ് സിനിമകൾ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകളെ അനുവദിച്ചിരുന്നില്ല. ശിവസേനയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ദക്ഷിണേന്ത്യക്കാരുടെ പേര് അച്ചടിച്ചിരുന്നില്ല. അത്രയും വൈരമായിരുന്നു ബാൽ താക്കറെക്ക്. ബാബറി മസ്ജിദ് തകർത്ത സംഭവകാലത്ത് ബാൽ താക്കറെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് മാറി. അങ്ങനെയാണ് BJPക്കൊപ്പം ചേർന്നത്. ബാൽ താക്കറെയുടെ പാത പിന്തുടർന്ന സഹോദരി പുത്രൻ
രാജ് താക്കറെ ശിവസേനയുടെ അടുത്ത നേതാവാകും എന്ന് പലരും കരുതി. എന്നാൽ ശാന്ത സ്വഭാവക്കാരനായ ഉദ്ധവ് താക്കറെയാണ് ബാൽ താക്കറെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് രാജ് താക്കറെ നവനിർമ്മാൺ സേന ഉണ്ടാക്കി. ദക്ഷിണേന്ത്യക്കാരായിരുന്നു ബാൽ താക്കറെയുടെ ഇരയെങ്കിൽ രാജ് താക്കറെ ലക്ഷ്യമിട്ടത് ഉത്തരേന്ത്യക്കാരെയായിരുന്നു. ബീഹാറികൾ എന്ന് വിളിച്ച് ഉത്തരേന്ത്യക്കാരെ ആക്രമിച്ചു. അവരുടെ കടകൾ അടിച്ചു തകർത്തു. കടകളുടെ ബോർഡുകൾ മറാഠിയിലാക്കണമെന്നും ശഠിച്ചു. ഇതിനെതിരെ സർക്കാർ ഒന്നും ചെയ്തില്ല. കാരണം മറാഠി മാനുസ് വികാരം തിരിച്ചടിക്കുമെന്ന ഭീതി തന്നെ. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BNS ചില സീറ്റുകൾ നേടി. പക്ഷേ രാഷ്ട്രീയ അപ്രസക്തി ഭയന്ന് BJPക്കൊപ്പം ചേർന്നു. പക്ഷേ അവിടെയും ക്ലച്ച് പിടിക്കാത്ത രാജ് താക്കറെ ഇപ്പോൾ പഴയ താക്കറെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയാണ് BMC തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 52 സീറ്റിൽ മത്സരിച്ച രാജ് താക്കറെയുടെ MNSന് 6 മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത്തവണ ഹട്ടാവോ ലുങ്കി ബജാവോ ലുങ്കി എന്ന ബാൽ താക്കറെയുടെ പഴയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലുങ്കി ഉടുത്തവരെ ഓടിച്ച് മറാഠികളെ നിലനിർത്താനായിരുന്നു ആഹ്വാനം. ഇപ്പോൾ മുണ്ടുടുക്കുന്നവരിൽ ബീഹാറികളും ഉണ്ടെന്നത് മനസ്സിലാക്കിയാകണം വീണ്ടും ആ മുദ്രാവാക്യം ഉയർത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മറാഠി മണ്ണിന്റെ മക്കൾ വാദം ഏശിയില്ല എന്ന് വ്യക്തമായി. അതേസമയം പാർട്ടി ചിഹ്നവും പ്രവർത്തകരിൽ ഒരു വിഭാഗവും നഷ്ടപ്പെട്ടിട്ടും ഉദ്ധവ് വിഭാഗം 60ലധികം സീറ്റുകൾ നിലനിർത്തിയത് താക്കറെ പാരമ്പര്യം നഗരത്തിൽ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയുമാണ്. ഉദ്ധവിന്റെ മകൻ ആദിത്യ താക്കറെ രാജ് താക്കറയെ പോലെ ആണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ മറാഠി മാനുസ് പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദിത്യ തയ്യാറാകുമെന്നാണ് താക്കറെ കുടുംബത്തിന്റെ പ്രതീക്ഷ.